Class 9, Chapter 8, Organic Chemistry. ഹലോ സ്റ്റുഡൻസ്, ടോപ്പ് ട്യൂഷൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഓർഗാനിക് കെമിസ്ട്രി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഓർഗാനിക് കെമിസ്ട്രി? എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്? ഓർഗാനിക് കെമിസ്ട്രി എന്നത് കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ്. കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ മെയിൻലി കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്, പിന്നെ ഹാലജൻസ് ലൈക്ക് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ എലമെൻറ്റ്സ് ഒക്കെ ചേർന്നിട്ടാണ് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. എന്നാൽ എല്ലാ കോമ്പൗണ്ട്സും, കാർബൺ ഉണ്ടാക്കുന്ന എല്ലാ കോമ്പൗണ്ട്സും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നില്ല. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. കാർബൺ ഓക്സിജനുമായിട്ടുണ്ടാക്കുന്ന ഓക്സൈഡ്സ് ആയ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, പിന്നെ കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്, അതൊന്നും ഈ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ സ്റ്റഡിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ആ എക്സെപ്ഷൻസ് ഓർക്കുക. പിന്നെ ജീവനുള്ള എല്ലാ സെല്ലിൻ്റെയും എസെൻഷ്യലായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് കാർബൺ കോമ്പൗണ്ട്സ്. അതുകൊണ്ടാണ് ഈ കാർബൺ കോമ്പൗണ്ട്സിനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന നെയിമിംഗ് തന്നെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? ഗിവ് ടു എക്സാമ്പിൾ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്നാൽ നമുക്കറിയാം, ഹൈഡ്രോകാർബൺസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും കാർബണും ചേർന്നുള്ള കോമ്പൗണ്ടാണ്. എല്ലാം സിംഗിൾ കോവലന്റ് ബോണ്ട്സ് മാത്രമുള്ള ഹൈഡ്രോകാർബൺസിനെ പറയുന്നതാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന്. മീഥെയ്ൻ, ഈഥെയ്ൻ ഇതെല്ലാം സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. എന്തുകൊണ്ടാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് വെച്ചാൽ സാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ എന്ന അർത്ഥത്തിലാണ്. കാരണം ഈ സാച്ചുറേറ്റഡ്, ഈ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ഈ ഹൈഡ്രോകാർബണിലേക്ക് ഇനി അഡീഷണലായി ആ കോമ്പൗണ്ടിന് ഹൈഡ്രജൻ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഓൾറെഡി അത് സാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ എന്ന അർത്ഥത്തിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് ഈ സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോകാർബൺസിനെ വിളിക്കുന്നത്. എക്സാമ്പിൾ: ആൽക്കെയിൻസ്. ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ആൽക്കെയിൻസ് സാച്ചുറേറ്റഡ് ആണ്. മീഥെയ്ൻ, ഈഥെയ്ൻ ആണ് എക്സാമ്പിൾ. ഇനി സൈക്ലിക് ഹൈഡ്രോകാർബൺസും സാച്ചുറേറ്റഡ് ആകാം. സൈക്ലോ പെൻറ്റെയ്ൻ. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഇതും ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിൽ ഓൺലി സിംഗിൾ ബോണ്ട്സ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ആൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? ഗിവ് ടു എക്സാമ്പിൾ. എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്നാൽ ഹൈഡ്രോകാർബൺസിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ: ഈഥീൻ ഡബിൾ ബോണ്ട് ഉണ്ട്, ഈഥൈൻ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇതെല്ലാം അൺസാച്ചുറേറ്റഡ് ആണ്. ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്തുകൊണ്ടാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്? അൺസാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ. അതായത് ഈ ഹൈഡ്രോകാർബണിൽ ആവശ്യത്തിന് ഹൈഡ്രജൻ ഓൾറെഡി ആയിട്ടില്ല, കൂടുതൽ ഹൈഡ്രജൻ എടുക്കാനുള്ള ഓപ്ഷൻ പിന്നെയും അവൈലബിൾ ആണ് എന്ന അർത്ഥത്തിലാണ് അൺസാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ ബോണ്ടാക്കി ഈ രണ്ട് കാർബണിലും ഓരോ ഇലക്ട്രോൺസ് ഫ്രീ ആയി. ആ ഇലക്ട്രോൺസിലേക്ക്, ഫ്രീ ഇലക്ട്രോൺസിലേക്ക് നമുക്ക് ഹൈഡ്രജൻ കൊടുക്കുകയാണെങ്കിൽ അത് CH ബോണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഹൈഡ്രോകാർബണിലെ എല്ലാം സിംഗിൾ ബോണ്ടിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. സിമിലർലി ട്രിപ്പിൾ ബോണ്ടിനെ കൂടുതൽ ഹൈഡ്രജൻ കൊടുത്ത് CH ബോണ്ടാക്കി മാറ്റി കഴിയുമ്പോൾ ഇത് സിംഗിൾ ബോണ്ടിലേക്ക് എല്ലാം മാറിക്കഴിയുമ്പോൾ ഇതിനെ നമുക്ക് സാച്ചുറേറ്റഡിലേക്ക് മാറ്റാൻ പറ്റും, സിംഗിൾ കോവലന്റ് ബോണ്ടിലേക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള ഹൈഡ്രോകാർബൺ അൺസാച്ചുറേറ്റഡ് ആയത് കാരണം കൂടുതൽ റിയാക്ടിവിറ്റി സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ആൽക്കീൻസ് അൺസാച്ചുറേറ്റഡ് ആണ്. എക്സാമ്പിൾ: ഈഥീൻ. ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ആൽക്കൈൻസ് ട്രിപ്പിൾ ബോണ്ടുള്ള അതും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. എക്സാമ്പിൾ: ഈഥൈൻ. ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ ടേബിൾ. ഒരു ടേബിൾ ഫില്ലിംഗ് എക്സസൈസ് ആണ്. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്, കണ്ടൻസ്ഡ് ഫോർമുല, മോളിക്കുലാർ ഫോർമുലയൊക്കെ ഫില്ല് ചെയ്യണം. ഓക്കെ, സ്ട്രക്ചറൽ ഫോർമുല തന്നു. ഇനി അതിൽ നിന്ന് കണ്ടൻസ്ഡ് ഫോർമുല എഴുതാം. കാർബൺ അതിനോട് ചേർന്നുള്ള CC ബോണ്ട് മാത്രം എക്സ്പ്ലിസിറ്റ്ലി കാണിക്കും. കാർബണിനോട് ചേർന്നുള്ള ഹൈഡ്രജൻസ് എല്ലാം അതിനോട് ചേർത്തെഴുതും. ഇവിടെ CH3, CH2, CH3. മോളിക്കുലാർ ഫോർമുല ടോട്ടൽ കാർബൺ, ടോട്ടൽ ഹൈഡ്രജൻ. ഇനി ഇവിടെ നമുക്ക് കണ്ടൻസ് ഫോർമുല തന്നിട്ടുണ്ട്. ഈ CH3 എന്നുള്ളത്
എല്ലാം CH ബോണ്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ സ്ട്രക്ചറൽ ഫോർമുല ഇത്. ഇനി മോളിക്കുലാർ ഫോർമുല ഈ ഹൈഡ്രോകാർബണിൽ ടോട്ടലി എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ C4H10. ക്വസ്റ്റ്യൻ വാട്ട് ആർ ആൽക്കെയിൻസ് ഗിവ് ടു എക്സാമ്പിൾസ്. ആൽക്കെയിൻസ് എന്നാൽ ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള എല്ലാം സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ ആണ്. എക്സാമ്പിൾ മീഥെയിൻ, ഈഥെയിൻ ഓപ്പൺ ചെയിൻ ആണ്, എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. ഇവിടെ മൾട്ടിപ്പിൾ കാർബൺ ആറ്റംസ് ഉള്ള കേസ് ആവുമ്പോൾ ഈ കാർബൺ ബോൺസ് എപ്പോഴും സിംഗിൾ ബോൺസ് മാത്രമായിരിക്കും. പിന്നെ ബാക്കി റിമൈനിങ് വാലൻസി, കാർബണിൻ്റെ ബാക്കിയുള്ള വാലൻസി ഹൈഡ്രജനായിട്ട് എപ്പോഴും ഒരു സിംഗിൾ ബോണ്ടേ പറ്റുള്ളൂ. ഹൈഡ്രജന് ഒരു ആറ്റമാണ്, ഒരു ഇലക്ട്രോൺ ആണ് ഹൈഡ്രജൻ ആറ്റത്തിലുള്ളത്. ആ ഇലക്ട്രോൺ കാർബണായിട്ട് ഒരു സിംഗിൾ ബോണ്ടേ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ CH ബോണ്ട് എന്തായാലും എപ്പോഴും സിംഗിളാണ്. ഇനി CC ബോണ്ട് സിംഗിൾ ബോണ്ട് മാത്രമായി വരുമ്പോൾ അതാണ് ആൽക്കെയിൻസ്. ഇത് ആൽക്കെയിൻസ് അത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ ആണ്. ഇനി കൂടുതൽ ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തത് കാരണം ആൽക്കെയിൻസിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്നും പറയുന്നു. ആൽക്കെയിൻസിൻ്റെ ജനറൽ ഫോർമുല CnH2n+2, അതായത് n നമ്പർ ഓഫ് കാർബൺ ഉണ്ടെങ്കിൽ 2n+2 നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉണ്ടാകും. അതായത് ഒരു ഹൈഡ്രോകാർബൺസിൽ ഏറ്റവും മാക്സിമം ഹൈഡ്രജൻ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ ആൽക്കെയിൻസിൻ്റെ കേസിൽ. അതായത് എല്ലാം സിംഗിൾ ബോണ്ടായിട്ട് മാറ്റുന്ന സിനാരിയോ. എക്സാമ്പിൾ മീഥെയിൻ CH4, ഈഥെയിൻ C2H6. ക്വസ്റ്റ്യൻ വാട്ട് ആർ ആൽക്കീൻസ് ഗിവ് ടു എക്സാമ്പിൾസ്. ആൽക്കീൻസ് എന്നാൽ ഡബിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസിനെയാണ്, ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസിന് പറയുന്ന പേരാണ് ആൽക്കീൻസ്. എക്സാമ്പിൾ ഈഥീൻ ഓപ്പൺ ചെയിൻ ആണ്, ഡബിൾ ബോണ്ട് ഉണ്ട്. ആൽക്കീൻസിനെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്നാണ് പറയുന്നത്, കാരണം ഈ ആൽക്കീൻസിലേക്ക് വീണ്ടും ഹൈഡ്രജൻ കൊടുക്കാനുള്ള ഓപ്ഷൻ പിന്നെയും ഉണ്ട്. അതായത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് അത് സിംഗിൾ ബോണ്ടിലേക്ക് മാറ്റി കൂടുതൽ ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ പറ്റും. സോ ആൽക്കീൻസ് ആർ അൺസാച്ചുറേറ്റഡ്. ജനറൽ ഫോർമുല CnH2n ആണ്. കാർബണിൻ്റെ ഡബിൾ നമ്പറാണ് ഹൈഡ്രജൻ ഉള്ളത്. എക്സാമ്പിൾ ഈഥീൻ ആൻഡ് പ്രൊപ്പീൻ. ക്വസ്റ്റ്യൻ വാട്ട് ആർ ആൽക്കെയിൻസ് ഗിവ് ടു എക്സാമ്പിൾസ്. ആൽക്കെയിൻസ് എന്നാൽ ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ട്രിപ്പിൾ ബോണ്ടുള്ള ഹൈഡ്രോകാർബൺസിനെ പറയുന്ന പേരാണ്. എക്സാമ്പിൾ ഈഥൈൻ ഓപ്പൺ ചെയിൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഈ ആൽക്കെയിൻസും അൺസാച്ചുറേറ്റഡ് ആണ്, കാരണം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടിലേക്ക് മാറ്റി കൂടുതൽ ഹൈഡ്രജൻ CH ബോണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആൽക്കെയിൻസിൻ്റെ ജനറൽ ഫോർമുല CnH2n-2, ഏറ്റവും കുറവ് കാർബൺ ഹൈഡ്രജൻ റേഷ്യോ ആണ് ഈ ആൽക്കെയിൻസിൽ. CnH2n-2, n ഉണ്ടെങ്കിൽ കാർബണിനാണെങ്കിൽ 2n-2 ആണ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇനി ആൽക്കെയിൻസിൻ്റെ എക്സാമ്പിൾ ഈഥൈൻ, 2 കാർബൺ ആറ്റമുള്ള ഈഥൈൻ, 3 കാർബൺ ആറ്റം ആകുമ്പോൾ പ്രൊപ്പൈൻ. ക്വസ്റ്റ്യൻ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഹൈഡ്രോകാർബൺസ് തന്നിട്ടുണ്ട്. അത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ആൽക്കെയിൻ, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് എന്ന്. നമുക്കറിയാം ആൽക്കെയിൻസ് ജനറൽ ഫോർമുല CnH2n+2, ആൽക്കീൻസ് CnH2n, ആൽക്കൈൻ CnH2n-2. അപ്പോൾ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെയും നമ്പർ നോക്കി ആ റേഷ്യോ ഇതിൽ ഏതിലാണ് പെടുന്നതെന്ന് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ വാട്ട് ഇസ് എ ഹോമോലോഗസ് സീരീസ്, ഗിവൺ എക്സാമ്പിൾ. ഹോമോലോഗസ് സീരീസ് എന്നാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സീരീസിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഈ ഹോമോലോഗസ് സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ ഏത് മെമ്പറിനെയും ആ ഒരു പെർട്ടിക്കുലർ സീരീസിനെ നമുക്ക് ഒരു ജനറൽ ഫോർമുല വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഹോമോലോഗസ് സീരീസിലെ ഒരു മെമ്പറിൽ നിന്ന് അടുത്ത മെമ്പറിലേക്കുള്ള വ്യത്യാസം ഒരു CH2 ഗ്രൂപ്പ് മാത്രമായിരിക്കും. അതായത് ഒരു കാർബണും 2 ഹൈഡ്രജനും ചേർന്ന ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമായിരിക്കും 2 അടുത്തടുത്ത മെമ്പേഴ്സ് തമ്മിൽ ഉണ്ടാവുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കെയിൻ ഒരു ഹോമോലോഗസ് സീരീസ് ആണ്. ഈ ആൽക്കെയിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ജനറൽ ഫോർമുലയാണ് CnH2n+2. അതായത് n നമ്പർ ഓഫ് കാർബൺ ഉണ്ടെങ്കിൽ 2n+2 നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് ഈ ജനറൽ ഫോർമുല നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒരു മെമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു CH2 ഗ്രൂപ്പ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മെമ്പറിനെ കിട്ടും. മീഥെയിൻ, ഈഥെയിൻ എല്ലാം ആൽക്കെയിൻസിൻ്റെ എക്സാമ്പിളാണ്. ഇനി ആൽക്കീൻസ് വേറൊരു ഹോമോലോഗസ് സീരീസ് ആണ്. ഈ ആൽക്കീൻസിൻ്റെ ജനറൽ ഫോർമുല കൊടുക്കുന്ന CnH2n ആണ്. എക്സാമ്പിൾ ഈഥീൻ, പ്രൊപ്പീൻ. ഇനി ഹോമോലോഗസ് സീരീസിൽ
അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസമായിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പോകും. ക്വസ്റ്റ്യൻ, കുറച്ച് ഹൈഡ്രോ കാർബൺസിൻ്റെ മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബൺസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ സെയിം ഹോമോലോഗസ് സീരീസിൽ പെടുന്ന ഹൈഡ്രോ കാർബൺസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കാർബൺ ഹൈഡ്രജൻ നമ്പേഴ്സ് നോക്കി ഏതാണ് അതിൻ്റെ ഹോമോലോഗസ് സീരീസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതി. CnH2n CnH2n+2 ആണ് ഇത്. അങ്ങനെ ഓരോന്നും ഹോമോലോഗസ് സീരീസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിലേതാ രണ്ടും സെയിം ആയിട്ടുള്ളത്? C2H6ഉം C3H8ഉമാണ് സെയിം ഹോമോലോഗസ് സീരീസിൽ പെടുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ജനറൽ ഫോർമുല ഓഫ് ദിസ് ഹോമോലോഗസ് സീരീസ്. ഇതിൻ്റെ ജനറൽ ഫോർമുല ഏതാണ്? ഇത് രണ്ടും പെടുന്ന ഈ ജനറൽ ഫോർമുല CnH2n+2. ഇനി മോളിക്കുലാർ ഫോർമുല ഓഫ് ഒരു ഹൈഡ്രോകാർബൺ സീരീസ് ആണ് തന്നിരിക്കുന്നത്. എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കറിയാം ഒരു മെമ്പറിൽ നിന്നും ഒരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത മെമ്പറിനെ കിട്ടും. അപ്പോൾ A C5H8, വീണ്ടും ഒരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്താൽ B C6H10. നെക്സ്റ്റ്, ഇത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഈ എലമെൻസിൻ്റെ ഈ ഓരോ മെമ്പേഴ്സിൻ്റെയും കാർബൺ ഹൈഡ്രജൻ റേഷ്യോ ഏതാണ്? CnH2n-2 ആണ്. അപ്പോൾ അത് പെടുന്നത് ആൽക്കൈൻസ്. ജനറൽ ഫോർമുല CnH2n-2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാൻ. കോമ്പൗണ്ട് A C5H8 ആണ്. C5H8ൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനായിട്ട് നമുക്ക് CC ബോൺസ് ആദ്യം 5 കാർബൺ ആറ്റത്തിൻ്റെ CC ബോൺസ് വരയ്ക്കുക. ആൽക്കൈൻ ആയത് കാരണം നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് CC ബോണ്ടിന് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് ആക്കി. ഇനി ബാക്കി കാർബണിൻ്റെ 4 വാലൻസിയിൽ ഈ CC ബോണ്ടിൽ പോയ ഇലക്ട്രോൺസ് കുറച്ചാൽ ബാക്കി എത്ര ഫ്രീ ഇലക്ട്രോൺ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ CH ബോണ്ട് വെച്ച് ഫില്ല് ചെയ്തു. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. ക്വസ്റ്റ്യൻ, ഹൈഡ്രോ കാർബൺസിൻ്റെ നെയിമിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെ, മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? ആൻസർ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഐഡൻറ്റിഫൈ ചെയ്യണം. ആ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വേർഡ് റൂട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കെമിക്കൽ ബോണ്ട്സ്. അതിൻ്റെ നേച്ചർ, CC ബോണ്ട് സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് നെയിമിങ്ങിൽ. ഈ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ വേർഡ് റൂട്ട് സെറ്റ് ചെയ്യുന്നത്, ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ മെത്ത്, അങ്ങനെ C1 to C10 ആണെങ്കിൽ അതിൻ്റെ വേർഡ് റൂട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. പിന്നെ നേച്ചർ ഓഫ് ബോണ്ട്, എല്ലാം സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ വേർഡ് റൂട്ടിൻ്റെ കൂടെ ANE ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയിം ഓഫ് ആൽക്കെയിൻ കിട്ടും. ഡബിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബൺ ആണ് എന്നിട്ട് നേച്ചർ ഓഫ് ബോണ്ട് നമ്മൾ നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ആൽക്കീൻ ആണ്. അപ്പോൾ വേർഡ് റൂട്ടിൻ്റെ കൂടെ ഈൻ ചേർക്കും. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബൺ ആകുന്ന കേസിൽ വേർഡ് റൂട്ടിൻ്റെ കൂടെ YNE ചേർക്കും, അത് ആൽക്കൈൻ. അങ്ങനെ ആൽക്കൈൻ്റെ പേരും കൊടുക്കാം. ക്വസ്റ്റ്യൻ, ഒരു ടേബിൾ ഫില്ലിംഗ് എക്സസൈസ് ആണ്. IUPAC നെയിമാണ് എഴുതേണ്ടത്. ആദ്യം നമ്മൾ നമ്പർ ഓഫ് കാർബൺ നോക്കുക, വേർഡ് റൂട്ട് കണ്ടുപിടിക്കുക. 3 കാർബൺ, സോ പ്രോപ്പിസ് വേർഡ് റൂട്ട്, എല്ലാം സിംഗിൾ ബോണ്ടാണ്. ANE ആഡ് ചെയ്യുക, അപ്പോൾ പ്രൊപ്പെയിൻ. സെക്കൻഡിൽ 3 കാർബൺ, ഒരു ഡബിൾ ബോണ്ട്, അപ്പോൾ പ്രോപ്പ്, ഡബിൾ ബോണ്ട് ആയത് കാരണം ഈൻ, പ്രൊപ്പീൻ. നെക്സ്റ്റ് വൺ ട്രിപ്പിൾ ബോണ്ട്, 3 കാർബൺ, സോ പ്രൊപ്പൈൻ. ക്വസ്റ്റ്യൻ, വാട്ട് ആർ ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ്? ഗിവ് 3 എക്സാമ്പിൾസ്. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്നാൽ ഈ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ആയ ആൽക്കെയിൻ, ആൽക്കീൻസ്, ആൽക്കൈൻസ് അതോട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള സൈക്ലിക് ഹൈഡ്രോകാർബൺസ് ആണ്. സൈക്ലിക് ആണ് നേച്ചർ, പക്ഷേ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ആയ ആൽക്കെയിൻ, ആൽക്കീൻസ്, ആൽക്കൈൻസിനോട് സിമിലർ ആയിരിക്കും. ഇനി ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസിനെ നമ്മൾ നെയിം ചെയ്യുന്നത്, ആദ്യം സൈക്ലോ ഒരു ഹൈഫൺ പ്രിഫിക്സ് ആയിട്ട് ചേർക്കുക. പിന്നെ എത്ര കാർബൺ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് വേർഡ് റൂട്ട് കണ്ടുപിടിക്കുക. പിന്നെ സഫിക്സ് ആഡ് ചെയ്യണം. ആ സഫിക്സ് ആഡ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ഇവിടെ നോക്കും. ഈ കേസിനെ നമുക്ക് നെയിം ചെയ്യാനായിട്ട് സൈക്ലോ വെച്ച് തുടങ്ങുക. പിന്നെ എത്ര കാർബൺ? 4 കാർബൺ. അപ്പോൾ സൈക്ലോ 4 കാർബൺ ആയപ്പോൾ റൂട്ട് വേർഡ് ബ്യൂട്ട്. പിന്നെ സഫിക്സ് ആഡ് ചെയ്യേണ്ടത്
എല്ലാം സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് ANE ആണ് ആഡ് ചെയ്യേണ്ടത്. ഇതാണ് സൈക്ലോബ്യൂട്ടൈൻ. ഇനി ഒരു ഡബിൾ ബോണ്ട് പ്രസന്റ് ആണെന്നുണ്ടെങ്കിലോ, സൈക്ലോ വെച്ച് തുടങ്ങുക, ബ്യൂട്ടാണ് റൂട്ട് വേർഡ്, ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം ENE ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേര് കൊടുക്കണം സൈക്ലോബ്യൂട്ടീൻ. ഇനി ട്രിപ്പിൾ ബോണ്ട് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നെയിം ചെയ്യുമ്പോൾ YNE, സൈക്ലോബ്യൂട്ടൈൻ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാറ്റനേഷൻ? കാറ്റനേഷൻ എന്നാൽ ഒരു എലമെൻറ്റിന് ആ സെയിം എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ലോങ് ചെയിനായിട്ട് അങ്ങനെ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആ പ്രോപ്പർട്ടി തന്നെയാണ്. കാർബണിന് ഈ കാറ്റനേഷൻ പ്രോപ്പർട്ടി നല്ല കൂടുതലുണ്ട്. കാർബൺ അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയിനായിട്ടും സൈക്ലിക് ആയിട്ടും കാർബൺ കാർബൺ ആ ലിങ്കേജ് വെച്ചിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. ഇത് ഒരു ഓപ്പൺ ചെയിൻ കാറ്റനേഷൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ സൈക്ലിക് ആയിട്ടാണ് കാർബൺ കാർബൺ കാറ്റനേഷൻ വഴിയിട്ട് കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇനി കാറ്റനേഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഈ കാർബൺ ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ കാറ്റനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോ കാർബൺ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് മോളിക്കുലാർ ഫോർമുല എഴുതാൻ. സ്ട്രക്ചറൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല എഴുതാൻ നോക്കുക. ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, കൗണ്ട് ചെയ്ത് എഴുതുക. 4 കാർബൺ 8 ഹൈഡ്രജൻ, C4H8. അതിൻ്റെ പേരെന്താണ്? ബ്യൂട്ടീൻ. 4 കാർബൺ ഉണ്ട്, അതുകൊണ്ട് ബ്യൂട്ടാണ് റൂട്ട് വേർഡ്. ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഈൻ. സോ ദിസ് കോമ്പൗണ്ട് ഇസ് ബ്യൂട്ടീൻ. ജനറൽ ഫോർമുല CnH2n. നെക്സ്റ്റ്, ഈ സെയിം മോളിക്കുലാർ ഫോർമുല, ദാറ്റ് ഈസ് C4H8 ഉള്ള മോളിക്കുലാർ ഫോർമുലയുള്ള സൈക്ലിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ C4 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പിൽ 4 കാർബൺ ആറ്റം വരച്ചു. ഇനി 8 ഹൈഡ്രജൻ ആണ്. ആകെ 4 കാർബണിൽ ഓരോ കാർബണിലേക്കും ഈ രണ്ട് വീതം കൊടുത്താൽ, ഹൈഡ്രജൻ കൊടുത്താൽ എല്ലാ കാർബണിൻ്റെയും 4 വാലൻസി കംപ്ലീറ്റ് ചെയ്തു. സോ സൈക്ലോ ബ്യൂട്ടൈൻ ആണ് ഈ കോമ്പൗണ്ട്. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ മോളിക്കുലാർ ഫോർമുല C4H8 രണ്ടിൻ്റെയും സെയിം ആണ്, C4H8. C4H8 ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ ആയപ്പോൾ അതിലൊരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. C4H8 മോളിക്കുലാർ ഫോർമുല തന്നെ സൈക്ലിക് ഫോമിലേക്ക് മാറിയപ്പോൾ എല്ലാം സിംഗിൾ ബോണ്ടായി. അതായത് ഈ ഡബിൾ ബോണ്ട് നമുക്ക് സിംഗിൾ ബോണ്ടിലേക്ക് മാറ്റാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? സൈക്ലിക് ഫോമിലേക്ക് മാറിയപ്പോൾ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും കാർബൺ തമ്മിൽ ഒരു CC ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വാലൻസി നമുക്ക് ഒരു അഡീഷണൽ ബോണ്ട് വെച്ചിട്ട് ഈ ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ടിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സെയിം മോളിക്കുലാർ ഫോർമുല ഓപ്പൺ ചെയിൻ ആയപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ കറസ്പോണ്ടിങ് സൈക്ലിക് ഫോമിലേക്ക് ആകുമ്പോൾ എല്ലാം സിംഗിൾ ബോണ്ട്. ആ ഒരു വ്യത്യാസം നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെട്രോളിയം, ഹൗസ് ഇറ്റ് ഫോംഡ്? പെട്രോളിയം അതൊരു ഫോസിൽ ഫ്യൂവലാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോസിൽ ഫ്യൂവൽ. അതൊരു മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് ഉള്ളത്. ഭൂമിയുടെ അടിയിൽ കുറേ നാളുകളായിട്ട് കിടക്കുന്ന പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ പെട്രോളിയമായിട്ട് രൂപം വരുന്നത്. ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയിട്ടാണ് ആ പെട്രോളിയത്തിനെ ഡിസ്റ്റിലേഷൻ ചെയ്ത് ഡിഫറെൻറ്റ് കോമ്പണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിലെ മെയിൻ കോമ്പണൻസ് ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻറ്റ് കോമ്പണൻസിനെ സ്ട്രക്ചർ ചെയ്ത് ഗ്യാസ്, പെട്രോൾ, നാഫ്ത, കെറസിൻ, അങ്ങനെ ഡിഫറെൻറ്റ്, ഇതെല്ലാം നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി കിട്ടുന്ന കോമ്പണൻസ് ആണ്. അതിലെ നമ്പർ ഓഫ് കാർബണിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ആ വ്യത്യാസം മെയിനായിട്ട് വരുന്നത്. അത് പല പലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഫോംഡ്? കോളും ഒരു ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോസിൽ ഫ്യൂവൽ. ഈ കോൾ മെയിൻലി പ്ലാന്റിൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് ഈ കോൾ ഫോം ചെയ്യുന്നത്. കുറേ കാലങ്ങളായിട്ട് ഭൂമിയുടെ അടിയിൽ നിന്നിട്ട് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ആ പ്ലാന്റ്സിൻ്റെ ഭാഗങ്ങൾ കാർബണായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. കോൾ കിട്ടുന്നത് ആ കാർബണൈസേഷൻ വഴിയാണ്. ഈ കാർബണൈസേഷൻ അതൊരു വളരെ സ്ലോ പ്രോസസ്സാണ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്
കോളായി മാറുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കോൾ ബേസ്ഡ് ഓൺ ദ കാർബൺ പെർസെൻറ്റേജ്. കാർബൺ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ കോളിനെ ഡിഫറെൻറ്റ് ആയിട്ട് ഫോംസിൽ തരംതിരിച്ചിട്ടുണ്ട്. മെയിൻലി ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് കാർബൺ കണ്ടന്റുള്ള ഫോമാണ് ആന്ത്രസൈറ്റ്. 94% കാർബണാണ് ആന്ത്രസൈറ്റിലുള്ളത്. നെക്സ്റ്റ് ഈസ് ബിറ്റുമിനസ് കോൾ. അതിൽ 83% കാർബൺ, ലിഗ്നൈറ്റ് 67% കാർബൺ, ആൻഡ് ലാസ്റ്റ് വൺ പീറ്റ് 57% കാർബൺ ആണ്. പീറ്റ് ഏറ്റവും കുറവ് കാർബൺ. ക്വസ്റ്റ്യൻ വാട്ട് ഈസ് നാച്ചുറൽ ഗ്യാസ്? എക്സ്പ്ലെയിൻ. നാച്ചുറൽ ഗ്യാസ് നമ്മൾ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു ഫോസിൽ ഫ്യൂവലാണ് നാച്ചുറൽ ഗ്യാസ്. നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ C1 to C4 ആദ്യം വരുന്ന ആ പാർട്ടിൽ വരുന്ന ഡൊമസ്റ്റിക് ഫ്യൂവൽസൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസസ്, അതിൽ നിന്നാണ് ഈ നാച്ചുറൽ ഗ്യാസ് ഉള്ളത്. ഈ നാച്ചുറൽ ഗ്യാസിൻ്റെ മെയിൻ കോമ്പണൻറ്റ് മീഥെയ്ൻ ആണ്. ഈ നാച്ചുറൽ ഗ്യാസിന് 2 ഡിഫറെൻറ്റ് ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്നു. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇത് ഹൈ പ്രഷറിൽ മീഥെയ്ൻ മാറ്റിയിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന പൊല്യൂഷൻ ഫ്രീ വെഹിക്കിൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ CNG. ഇനി വേറൊരു ഫോമിൽ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, ദാറ്റ് ഈസ് LNG. മീഥെയ്ൻ ഗ്യാസ് ഹൈ പ്രഷറിൽ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് എഫിഷ്യൻറ്റ് ഫ്യൂവലായിട്ട് എക്കോ ഫ്രണ്ട്ലി ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതിനാണ് LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, CFC, ഈ ഇത്തരം ഗ്യാസിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടും ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ടും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്ന ഈ ഗ്യാസുകളുടെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സണ്ണിൽ നിന്നും നമുക്ക് കിട്ടുന്ന സൂര്യപ്രകാശത്തിൽ, സൺറേസിൽ ഇൻഫ്രാറെഡ് റേസ് മെയിൻലി ഹീറ്റ് റേഡിയേഷൻസ് ആണ്. ആ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഭൂമിയിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് മേളിലേക്ക് തന്നെ പൊങ്ങിപ്പോകുന്നതാണ് സാധാരണ സിറ്റുവേഷൻ. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അളവ് കൂടിയിരിക്കുമ്പോഴേക്കും റിഫ്ലക്റ്റ് ചെയ്ത് ബാക്ക് പോയ ആ ഇൻഫ്രാറെഡ് ഇവിടെ നോക്കൂ, ഇവിടെ വന്ന് നോർമൽ സിനാരിയോ ആണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത ഇൻഫ്രാറെഡ് റേഡിയസ് മേളിലേക്ക് പോകും. നമുക്ക് അത്രയും ചൂട് എർത്തിലേക്ക് വരില്ല. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ പ്രസൻസ് കൂടുമ്പോൾ സണ്ണിൽ നിന്നും വന്ന് ഭൂമിയിൽ പതിച്ച ഇൻഫ്രാറെഡ് റേസ് റിഫ്ലക്റ്റ് ബാക്ക്, ഹീറ്റ് റേസ് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്ത് ഇവിടെ ട്രാപ്പ് ചെയ്യും. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ട്രാപ്പ് ചെയ്ത് അതിനെയാണ് പറയുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ആ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ ഫലം ആകുമ്പോൾ ഈ പോകുന്ന ചൂട് എർത്തിലേക്ക് വീണ്ടും കൂടുതൽ ചൂടാക്കിക്കൊണ്ടിരിക്കും. അതിനെ എസ്കേപ്പ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും പോകാനായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതിനെ ഇവിടെ ട്രാപ്പ് ചെയ്ത് വെക്കുന്ന കാരണം അങ്ങനെ എർത്തിൻ്റെ ടെമ്പറേച്ചർ ലെവല് കൂടുന്ന, അതിനെയാണ് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കൂടാതെ ഓസോണും വാട്ടർ വേപ്പറും ഈ ഗ്ലോബൽ വാർമിങ്ങിന് വേറെ കാരണങ്ങളാണ്. ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബിറ്റുമിൻ, വെയർ ഇസ് ഇറ്റ് യൂസ്ഡ്? ബിറ്റുമിൻ എന്നാൽ പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി വേർതിരിച്ചെടുക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ് ബിറ്റുമിൻ. മെയിൻലി 70 കാർബണിനേക്കാളും കൂടുതലായിട്ട് വരുന്ന ആ ലെവലിലുള്ള കോമ്പണൻസ് ആണ്. മോർ ദാൻ 70 കാർബൺ ആറ്റംസ് ഉണ്ടാകും ഈ ബിറ്റുമിനിൽ. ഈ ബിറ്റുമിൻ മെയിൻലി ഉപയോഗിക്കുന്നത് റോഡ്സൊക്കെ ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി ഉപയോഗിക്കുന്നു. പിന്നെ ബിറ്റുമിൻ ഉപയോഗിച്ച് റൂഫിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നു ബിറ്റുമിൻ. ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആരോമാറ്റിക് കോമ്പൗണ്ട്? ഗിവ് ടു എക്സാമ്പിൾ. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നാൽ സൈക്ലിക് കോമ്പൗണ്ട് വിത്ത് യുണീക്ക് ആരോമ. അത് സൈക്ലിക് ആയിരിക്കും, യുണീക്ക് അരോമ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി കണ്ടു സൈക്ലിക് കോമ്പൗണ്ട് സിമിലർ ടു ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ പറയും ആലിസൈക്ലിക് എന്ന് പറയും. സൈക്ലിക് കോമ്പൗണ്ട് ഈ യുണീക്ക് അരോമ ഉള്ളതിനെ ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയും. ഇവിടെ അതിന് സ്പെഷ്യൽ റിംഗ് സ്ട്രക്ചറാണ് ഈ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന് എല്ലാം ഉള്ളത്. അതുകൊണ്ട് അത് പെർഫ്യൂംസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ബെസ്റ്റ് എക്സാമ്പിളാണ് ബെൻസീൻ. C6H6 ആണ്
ബെൻസിൻ. ബെൻസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. വേറൊരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ് നാഫ്തലിൻ, C10H8. 2 ബെൻസീൻ റിങ്സ് ഫ്യൂസ് ചെയ്ത മാതിരിയുള്ള സ്ട്രക്ചറാണ് നാഫ്തലിൻ. ഈ സ്ട്രക്ചർ രണ്ടിനെയും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ക്വസ്റ്റ്യൻ: ഒരു ഹൈഡ്രോകാർബൺ ആൽക്കെയിൻ ആണ്, 8 കാർബൺ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല, മൊളിക്കുലാർ ഫോർമുല, IUPAC നെയിം ഇതാണ് എഴുതേണ്ടത്. എഴുതാം. ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ ആകുമ്പോൾ ജനറൽ ഫോർമുല നമുക്കറിയാം, CnH2n+2. കാർബണിൻ്റെ നമ്പർ 8 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ 2 × 8 + 2 18 ആണ് ഹൈഡ്രജൻ ആറ്റംസ്. സോ മോളിക്കുലാർ ഫോർമുല C8H18. ഇനി നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാം. സ്ട്രക്ചറൽ ഫോർമുല 8 കാർബൺ ആറ്റം, CC ബോണ്ട് 8 കാർബൺ ആറ്റം വരച്ചു. ആൽക്കെയിൻ ആണ്, അപ്പോൾ എല്ലാം സിംഗിൾ ബോണ്ടാണെന്ന് അറിയാം. അപ്പോൾ എല്ലാം സിംഗിൾ ബോണ്ട് CC ബോണ്ട് വരച്ചു. പിന്നെ 18 ഹൈഡ്രജൻ. ഓരോ കാർബണിലും CC ബോണ്ടിൽ പോയ ഫ്രീ ഇലക്ട്രോൺ നമ്പർ മൈനസ് ചെയ്തിട്ട് 4ൽ എത്ര റിമൈനിങ് ഉണ്ടോ അവിടെയെല്ലാം CH ബോണ്ട് ഫില്ല് ചെയ്യുക. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് C8H18 കോമ്പൗണ്ട്. ഇനി ഇതിൻ്റെ IUPAC നെയിം കാണാൻ നമ്പർ ഓഫ് കാർബൺ 8 ആണ്. അപ്പോൾ റൂട്ട് വേർഡ് ഒക്റ്റ് ആണ്. ഇത് ആൽക്കെയിൻ ആയത് കാരണം എയിൻ. സോ ഒക്ടെയിൻ ആണ് IUPAC നെയിം. ഇനി IUPAC നെയിം ഓഫ് ദ ഗിവൺ സൈക്ലിക് ഹൈഡ്രോകാർബൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സൈക്ലിക് ഹൈഡ്രോകാർബണിൻ്റെ നെയിമിൽ സൈക്ലോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാർബൺ കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് വേർഡ് കണ്ടുപിടിക്കണം. അപ്പോൾ സൈക്ലോ 5 കാർബൺ ആറ്റം ഉണ്ട്, സൈക്ലോ പെൻറ്റ്. പിന്നെ ഇത് ഡബിൾ ബോണ്ട് ഉള്ളത് കാരണം ഈൻ ആണ്. സോ സൈക്ലോ പെൻറ്റീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു 6 കാർബൺ ആറ്റമുള്ള സൈക്ലിക് കോമ്പൗണ്ട് ആണ്. സോ സൈക്ലോ ഹെക്സ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയത് കാരണം ആൽക്കെയിൻ മാതിരി എയിൻ. സോ സൈക്ലോ ഹെക്സെയിൻ ആണ് IUPAC നെയിം. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.